സനാതനനായ സത്യദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ഉള്ള ക്രിസ്തീയ വന്ദനങ്ങളും ഈ സമയത്ത് ഞാൻ ആശംസിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പിന്നെയും ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് വരുവാനായി ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തിന് വാഴ്വുകൾ അർപ്പിക്കുകയാണ്. നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളായിരുന്നല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒടുവിലത്തെ ചില ചിന്തകളും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. എന്തെങ്കിലും നമ്മൾ വിട്ടുപോവുകയോ ഇനിയും വിശദീകരണം ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് 4-5 അധ്യായങ്ങൾ വിട്ട് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഒന്നുമില്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പിതാവായ ദൈവം സിംഹാസനസ്ഥനായി സ്വർഗത്തിൽ വാണരുളുന്നു. സ്വർഗത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതായി നമ്മള് നാലും അഞ്ചും അധ്യായങ്ങളിലായിട്ട് കണ്ടു. 4-ാമത്തെ അധ്യായത്തിൽ സ്വർഗസ്ഥനായ ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്നു. ദൈവത്തെ കുമ്പിടുന്ന, ദൈവത്തെ നമസ്കരിക്കുന്ന, ദൈവമഹത്വത്തെ പാടുന്ന ഗായക സംഘം, അവർ പാടുന്ന വിശേഷപ്പെട്ട പാട്ട് ദൈവത്തിന്റെ പരിശുദ്ധിയെ സംബന്ധിച്ചും സൃഷ്ടിയിൽ വെളിപ്പെട്ട ദൈവമഹത്വത്തെക്കുറിച്ചുമാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സിംഹാസനസ്ഥനായ പിതാവിന്റെ കയ്യിൽ 7 മുദ്രകളാൽ മുദ്രണം ചെയ്ത പുസ്തകം, അത് വാങ്ങുവാൻ ലോകത്തിൽ ഉലകിലും ആരും യോഗ്യരാതെ വന്നു. ഒടുവിൽ യേശു ക്രിസ്തു ആ പുസ്തകം വാങ്ങുവാൻ യോഗ്യൻ എന്ന് പാട്ടുപാടുന്നു. കുഞ്ഞാടിന്റെ ആരാധന. കുഞ്ഞാടിനെ ആരാധിക്കുന്നതിൽ കുഞ്ഞാടിലൂടെ നിവർത്തിക്കപ്പെട്ട വീണ്ടെടുപ്പാണ് പ്രധാന പ്രതിപാദന വിഷയം. പാട്ടിന്റെ അല്ലെങ്കിൽ ആരാധനാഗീതത്തിന്റെ ഏറ്റവും പ്രധാന വിഷയം കുഞ്ഞാടിന്റെ വീണ്ടെടുപ്പിൻ പ്രക്രിയയാണ്. നിത്യതയോളം അതുതന്നെയായിരിക്കും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം, വിഷയം എന്ന് നമ്മൾ കണ്ടു. ആരാധനയുടെ പോസ്റ്റർ, ആരാധനയുടെ രീതി നാം കാണുന്നത് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ്. സാഷ്ടാംഗ പ്രണമിച്ചുകൊണ്ട് ആരാധനയിലെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ദ പോസ്റ്റർ ഓഫ് ട്രൂ വർഷിപ്പ്. നിന്നുകൊണ്ടോ കൈകൾ ഉയർത്തിയോ കൈകൾ വീശിയോ ഒക്കെ നമുക്ക് ദൈവത്തിന് പാടാമെങ്കിലും ഏറ്റവും ശരിയായ ആരാധനാ രീതി സാഷ്ടാംഗം വീണ് കിടന്നുകൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ 2 അധ്യായങ്ങളിൽ നിന്ന് കാണുകയുണ്ടായി. സ്തോത്രം. മറ്റ് സംശയങ്ങൾ അവയിലൊന്നും അവശേഷിക്കുന്നില്ല എങ്കിൽ നമ്മൾ 6-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്കറിയാം 4-5 അധ്യായങ്ങൾ 6 മുതൽ പ്രത്യേകിച്ച്
19 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവ വികാസങ്ങൾക്കുള്ള ഒരുക്കത്തിന്റെ അധ്യായങ്ങളാണ്. 4ഉം 5ഉം അധ്യായങ്ങൾ 6 മുതൽ 19 വരെ ഉള്ള സംഭവങ്ങളുടെ ഒരുക്ക അധ്യായങ്ങളാണ്. ആ ഒരുക്കം സ്വർഗത്തിലാണ് നടക്കുന്നത്. സ്വർഗത്തിൽ നടക്കുന്ന ഒരുക്കങ്ങളുടെ വിവരണമാണ് 4ഉം 5ഉം അധ്യായങ്ങളിൽ നാം കാണുന്നത്. അവിടെ ദൈവകുഞ്ഞാടായ യേശുവിനെ നാം എഴുന്നേറ്റ് നിൽക്കുന്നവനായിട്ട് കാണുന്നു. നാം 5ആം അധ്യായത്തിൽ തന്നെ കണ്ടു, കുഞ്ഞാട് പിതാവിന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുവാനായിട്ട് വന്നു. അപ്പോൾ അതിൽ നിന്നുമാണ് വേദ പഠിതാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ പിതാക്കന്മാർ പലരും ഈ അധ്യായങ്ങളോടൊപ്പം സഭയുടെ ഉൽപ്രാവണം നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത്. കാരണം കുഞ്ഞാടായ ക്രിസ്തു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ശേഷം, അതായത് യേശുവിന്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുകയാണെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. 110 സങ്കീർത്തനത്തെ ആസ്പദമാക്കി എബ്രായ ലേഖന കർത്താവും ആ കാര്യം വ്യക്തമാക്കുന്നു. നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്ക എന്ന് പുത്രനോട് പിതാവ് അരുളി ചെയ്യുന്നു. എപ്പോൾ വരെ? ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം. അപ്പോൾ യേശുക്രിസ്തു മഹാപുരോഹിത വൃത്തിയിൽ നമുക്ക് വേണ്ടി പിതൃസന്നിധിയിൽ അപേക്ഷയും പ്രായശ്ചിത്തവും കഴിക്കുമ്പോൾ, മറുഭാഗത്ത് യേശുവിന്റെ ശത്രുക്കളെല്ലാം തന്റെ കാൽ കീഴാകുവാൻ വേണ്ടി കാത്തിരിക്കുകയും കൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ യേശു ഇപ്പോൾ മറ്റൊരു ശുശ്രൂഷയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. യേശുവിനെ എഴുന്നേറ്റ് നിൽക്കുന്നവനായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിന്റെ മരണസമയത്തും കാണാം. അതുകൊണ്ട് യേശു എഴുന്നേറ്റു എന്നതുകൊണ്ട് മാത്രം സഭയുടെ ഉൽപ്രാപണം നടന്നു എന്ന ഒരു വാദമോ ഉപദേശമോ ശരിയല്ല, അല്ലെങ്കിൽ അതിൽ പിശകുണ്ട്. എന്നാൽ ഇവിടെ നാം കാണുന്നത് യേശു സ്തേഫാനോസിന്റെ മരണസമയത്ത് എഴുന്നേറ്റ് നിന്നതുപോലെ വെറും നിൽക്കുന്നവനായി കാണുകയല്ല. യേശു പിതാവിന്റെ കയ്യിൽ നിന്ന് മുദ്രണം ചെയ്ത പുസ്തകം വാങ്ങി അതിന്റെ മുദ്രകൾ തുറന്ന്, മുദ്രകൾ പൊട്ടിച്ച് പുസ്തകം തുറന്ന് അതിലെഴുതിയിരിക്കുന്നത് നടപ്പിലാക്കുവാൻ പോവുകയാണ്. അപ്പോൾ യേശു മറ്റൊരു ക്രിയയിലേക്ക്, കർമ്മത്തിലേക്ക് നിരതനാകുന്നു. അതുകൊണ്ടാണ് ഇത് സ്തേഫാനോസിനെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുവാൻ എഴുന്നേറ്റ് നിന്നതുപോലെയുള്ള ഒരു എഴുന്നേൽപ്പല്ല എന്ന് ദൈവവചനം പഠിക്കുന്നവർക്ക് മനസ്സിലായത്. അതുകൂടാതെ 3-ാം അധ്യായത്തിന് ശേഷം നമ്മൾ സഭ എന്ന ഒരു പദമോ സഭ എന്നൊരാശയമോ കാണുന്നില്ല. നേരെ പിന്നെ സഭയെ കാണുന്നത് 19-ാം അധ്യായത്തിലാണ്. അപ്പോൾ 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ സഭയെ നമുക്ക് പിന്നെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല.
അങ്ങനെ സഭയെ കാണുവാൻ കഴിയാത്തതും യേശു എഴുന്നേറ്റ് മറ്റൊരു കർമ്മത്തിനായി നിൽക്കുന്നതും സഭയുടെ ഉൽപ്രാവണം നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവാൻ പ്രേരകമാണ്. സ്തോത്രം. അതിന് പ്രേരകമാണ്. പിന്നെ അതിന് ആക്കം കൂട്ടുന്ന ഒരു വിളിയാണ്, ഒരാഹ്വാനമാണ് 4:1 നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇവിടെ കയറി വരിക എന്ന് യേശു ക്രിസ്തു യോഹന്നാനോട് പറയുന്നു. അത് സഭയോടുള്ളതല്ല, യോഹന്നാനോട് വ്യക്തിപരമായിട്ടുള്ളത്. എന്നാൽ ഈ 2 ആശയങ്ങളിൽ നിന്നും സഭയുടെ എടുക്കപ്പെടൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്നവർ യോഹന്നാനോട് മാത്രമുള്ള ആഹ്വാനമായിട്ടല്ല അത് കാണുന്നത്, സഭയോടുള്ളതായിട്ട്. എന്നാൽ ആ ഒരു ആശയം വെച്ചുകൊണ്ട് അതിനെ നമുക്ക് സ്ഥിരീകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഏതായാലും പാരമ്പര്യമായി തന്നെ സഭകൾ, പെന്തക്കോസ്ത് സഭകൾ മാത്രമല്ല ഇതര സഭകളും വിശ്വസിക്കുന്നത് 3-ാം അധ്യായത്തിന് ശേഷം 4-ാം അധ്യായത്തോടുകൂടെ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടു എന്നുള്ളതാണ്. സഭയെ കാണുന്നില്ല എന്നും മാത്രമല്ല, അതിലൊരു ഘടകം കൂടെയുണ്ട്. പിന്നീടുള്ള അധ്യായങ്ങളിലൊക്കെ ജാതികളെ വേറെയായും യഹൂദന്മാരെ വേറെയായിട്ടുമാണ് ചിത്രീകരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? യഹൂദനെ വേറെയും അല്ലെങ്കിൽ ഇസ്രായേലിനെ വേറെയും ഇസ്രായേൽ അല്ലാത്തവരെ എല്ലാവരെയും കൂടെ ജാതികളെന്ന് വിളിച്ചുകൊണ്ട് വേറെയുമായിട്ട് ചിത്രീകരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വേർപാട്, യഹൂദനെന്നും യഹൂദനല്ലാത്തവനെന്നും ഉള്ള വേർപാട് നമുക്ക് സഭാ കാലയളവിൽ കാണുവാൻ കഴിയുന്നില്ല. സഭാ കാലയളവിൽ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. സഭ അല്ലെങ്കിൽ വിശുദ്ധന്മാർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ജാതികളെ ഇവൻ വിശുദ്ധന്മാർ എന്ന് പ്രയോഗിക്കുന്നിടത്ത് പോലും ജാതികളെ അവരിൽ നിന്ന് വ്യത്യസ്തരാക്കി കാണിക്കുന്നില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ, പ്രത്യേകിച്ച് 6-ാം അധ്യായം മുതൽ നാം കണ്ടാൽ യഹൂദനെയും യഹൂദനല്ലാത്തവനെയും വേറെ വേറെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം സഭ ആ സമയത്ത് ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു ആശയമാണ് സഭകൾ ഔദ്യോഗികമായിട്ട് തന്നെ വെച്ചു പുലർത്തുന്നത്. ചുരുക്കം ചില വ്യക്തികൾക്ക് വ്യക്തിപരമായി സഭ എടുക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത് സഭയുടെ ഉൽപ്രാവണത്തെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്ന ആശയം ഉണ്ടെങ്കിൽ പോലും സഭകൾ, എല്ലാ സഭകളും തന്നെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഉപദേശം എന്ന് പറയുന്നത് ദൈവ സഭയുടെ ഉൽപ്രാവണം, യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ്, അത് മഹാപീഡനകാലത്തിന്റെ ആരംഭത്തിന് മുൻപ് സംഭവിക്കും എന്നുള്ളതാണ്. ആ ആശയത്തിന് വളരെ പ്രാധാന്യം ലഭിക്കത്തക്ക വിധത്തിലാണ്, അല്ലെങ്കിൽ അതിന് ഊന്നൽ ലഭിക്കത്തക്ക വിധത്തിലാണ് ഈ അധ്യായങ്ങളിലെ പരാമർശങ്ങൾ എന്നുള്ളതും പ്രസ്താവ്യമാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. സ്തോത്രം. എന്റെയും വ്യക്തിപരമായ വിശ്വാസം, എന്റെയും ഇതുവരെ ദൈവവചനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രകാശനവും ഉറപ്പും യേശുക്രിസ്തുവിന്റെ വരവ്, യേശുവിന്റെ
സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപും മഹാപീഡനകാലത്തിന് മുൻപും സംഭവിക്കും എന്നുള്ളതാണ്. ഇറ്റ്സ് മൈ പേഴ്സണൽ വ്യൂ, പേഴ്സണൽ പെർസ്പെക്റ്റീവ്, that Christ will come in the mid-year and the rapture of the church will take place before the millennium of Jesus and also before the tribulation starts. And therefore, personally, I believe in pre-tribulation and pre-millennial coming of the Lord Jesus Christ to take the church with him. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ വിശ്വാസവും ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടുള്ള ദൈവവചനത്തിലെ പ്രകാശനവും ആണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് മഹാപീഡനകാലത്തിന് മുൻപ് യേശുക്രിസ്തു മേഘങ്ങളിൽ വരികയും ദൈവസഭയെ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുകയും ചെയ്യും. യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പ് യേശുക്രിസ്തു മഹാപീഡനത്തിന് ശേഷം തൻ്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് വരികയും തൻ്റെ സഹസ്രാബ്ദ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? Jesus will come before the tribulation starts in the mid-year and take up the church with him. But we also believe that Jesus will come along with all his saints to this earth after the tribulation and before the commencement of the millennial kingdom. സ്തോത്രം. ഇത്രയും വ്യക്തമാണല്ലോ. ഭാവികാല സംഭവങ്ങൾ ഏറെയുണ്ട്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ തന്നെ വളരെയധികമുണ്ട്. അതെല്ലാം ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ എടുക്കുന്നില്ല. എന്നാൽ പ്രത്യേകാൽ മനസ്സിലാകുന്നതിന് വേണ്ടി ഭാവികാല സംഭവങ്ങളെ ഏറ്റവും പ്രധാനമായും 4 ആയിട്ട് തരംതിരിക്കാം. ഭാവികാല സംഭവങ്ങൾ ഏറെയുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായി ഭാവികാല സംഭവങ്ങളെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. 4 ആയിട്ട്. അതിൽ ആ 4 സംഭവങ്ങൾ, ഒന്ന് കർത്താവായ യേശുവിന്റെ മേഘപ്രത്യക്ഷതയാണ്. യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത. 2 പലതരം ഉയർത്തെഴുന്നേൽപ്പുകൾ, വിവിധ തരം പുനരുത്ഥാനങ്ങൾ. 3 വിവിധ ന്യായവിധികൾ. 4 നിത്യത. There are so many future events to be taken place. But at present we are not dealing with them. And therefore, we can summarize the future events mainly into 4. And first one, the key event is the coming of the Lord in the mid-year for the church. And second one, different resurrections. Third, 4 Third, the 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 4 Third, the
different judgments. Different judgments. And fourth is eternity. Fourth is eternity. അപ്പോൾ ഇങ്ങനെ നാലായിട്ടാണ് ഭാവികാല സംഭവങ്ങളെ പ്രധാനമായും തരംതിരിക്കുന്നത്. മനസ്സിലായല്ലോ? എന്തെങ്കിലും ആവർത്തിക്കണോ? ആവശ്യമില്ല. ഇതിൽ ഭാവികാല സംഭവങ്ങളുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്, എന്ന് വിളിക്കപ്പെടുന്നത് ഏതാണ്? The key to all. യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയാണ് സകല ഭാവികാല സംഭവങ്ങളുടെയും താക്കോൽ എന്ന് അറിയപ്പെടുന്നത്. താക്കോൽ. കാരണം യേശുവിന്റെ മേഘപ്രത്യക്ഷത നടക്കുന്നില്ലെങ്കിൽ, സ്തോത്രം, വേറെ ഒരു സംഭവങ്ങളും നടക്കും. യേശു മേഘങ്ങളിൽ വരുന്നില്ലെങ്കിൽ വേറെ ഒന്നും നടക്കത്തില്ല. മരിച്ചവർ ഉയർക്കില്ല, ന്യായവിധി ഉണ്ടാവില്ല, വിശുദ്ധന്മാർക്ക് പ്രതിഫല വിഭജനം നടക്കില്ല, ദൈവിക ഭരണം സ്ഥാപിക്കപ്പെടത്തില്ല, സാത്താൻ ബന്ധിക്കപ്പെടില്ല, പാപം നീക്കപ്പെടുകയില്ല, നിത്യത ആരംഭിക്കത്തില്ല. ഇങ്ങനെ ഭാവികാല സംഭവങ്ങളുടെ മുഴുവൻ താക്കോൽ എന്ന് വിളിക്കപ്പെടുന്നത് നമ്മുടെ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയാണ്. ആ മേഘപ്രത്യക്ഷത ഈ 6-ാം അധ്യായത്തിന് മുമ്പ്, വെളിപ്പാട് 6-ാം അധ്യായത്തിന് മുമ്പ് നടന്നിട്ടുണ്ട് എന്നാണ് നാം, അല്ലെങ്കിൽ നടക്കും എന്നാണ് ദൈവസഭ വിശ്വസിക്കുന്നത്. കാരണം 6 മുതലുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്, പ്രത്യേകിച്ച് 6 തൊട്ട് 18 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് മഹാപീഡന കാലത്തെ സംഭവ പരമ്പരകളാണ്. മഹാപീഡന കാലത്തെ സംഭവ പരമ്പരകൾ. അതിൽ ഉയർത്തെഴുന്നേൽപ്പുകളുണ്ട്, ന്യായവിധികളുണ്ട്. ഇത് ഒരു ന്യായവിധിയുടെ കാലം ആകൊണ്ട്, ഈ മഹാപീഡന കാലം ന്യായവിധിയുടെ കാലമായതുകൊണ്ട്, ദൈവക്രോധം പകരപ്പെടുന്ന നാളുകളായതുകൊണ്ട് ദൈവത്തിന്റെ സഭയെ ആ സമയത്ത് ഇവിടെ വെച്ചേക്കില്ല എന്ന് വിശ്വസിക്കുന്നതാണ് എല്ലാം കൊണ്ടും ശരിയായിട്ടുള്ള കാര്യം. ദൈവം തന്റെ സഭയെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഉപദ്രവങ്ങൾ അയക്കും, പീഡകൾ അയക്കും. പക്ഷെ അങ്ങനെയുള്ള പീഡകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതാണ് ഈ മഹാപീഡനകാലം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചിലർക്കൊക്കെ ഉണ്ട്. യേശു തന്റെ സഭയെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി കഷ്ടതകൾ, പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ വരുത്തും. ശരി തന്നെ. എന്നാൽ അതും മഹാപീഡന കാലവും തമ്മിൽ ഏറെ വ്യത്യാസമാണ്.
ദൈവജനത്തെ അല്ലെങ്കിൽ വിശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു ബാലശിക്ഷ നടപടിക്രമമല്ല ഈ മഹാപീഡനകാലം. മനസ്സിലാവുന്നല്ലോ? അന്നേരം ഈ മഹാപീഡന കാലത്തെ ഗ്രേറ്റ് ട്രിബുലേഷനുള്ള എന്തെങ്കിലും സൂചനകൾ എന്താണ് അന്നേരം നടക്കുന്നതെന്നുണ്ടോ? എവിടെ? മഹാപീഡന കാലത്ത് എന്തൊക്കെയായിരിക്കും സാധാരണ മഹാപീഡനം എന്നുള്ളത്? എന്തെങ്കിലും സൂചനകൾ എന്തായിരിക്കും നടക്കുന്നതെന്നുള്ളത് ഉണ്ടല്ലോ. അതിന്റെ വിവരമാണല്ലോ 6-ാം അധ്യായം തൊട്ട് 18-ാം അധ്യായം വരെ. ഓക്കെ. 6 തൊട്ട് 18 വരെയും ഉള്ള അധ്യായങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലും പൗലോസ് അപ്പോസ്തലന്റെ ചില ലേഖനങ്ങളിലും യോഹന്നാന്റെ 1-ാം ലേഖനത്തിലെ ചില അധ്യായങ്ങളിലും യിരെമ്യാവ്, യെശയ്യാവ് തുടങ്ങിയ ചില പ്രവാചകന്മാരുടെ പ്രവചനങ്ങളിലും മഹാപീഡനകാലത്ത് എന്താണ് സംഭവിപ്പാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള രേഖകളുണ്ട്. അത് നമുക്ക് ആ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ദൈവസഭയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവം അയക്കുന്നത്. ദൈവസഭയെ ശുദ്ധീകരിക്കുവാൻ ദൈവം അയക്കുന്ന പീഡനങ്ങളോ പ്രയാസങ്ങളോ ഉപദ്രവങ്ങളോ കാലാകാലങ്ങളിൽ അതാത് സ്ഥലങ്ങളിലുള്ള സഭയ്ക്കാണ് ദൈവം അനുവദിച്ചിട്ടുള്ളത്. കാലാകാലങ്ങളിൽ അതാത് സ്ഥലങ്ങളിലുള്ള സഭകൾക്കാണ് അങ്ങനെയൊരു ശുദ്ധീകരണ കാലമോ ഒരു ശുദ്ധീകരണ പ്രക്രിയയോ ദൈവം അനുവദിക്കുന്നത്. അത് 1-ാം നൂറ്റാണ്ട് മുതലേ തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. 1-ാം നൂറ്റാണ്ട് മുതലേ തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. അത് സഭാ കാലഘട്ടത്തിന്റെ ഏറ്റവും ഒടുവിൽ കൊണ്ടിട്ട് അന്ന് ജീവിച്ചിരിക്കുന്നവരെ പീഡിപ്പിച്ചെടുക്കുന്ന ഒരു പരിപാടി അല്ല. സ്തോത്രം. സഭയും ഇസ്രായേലും തമ്മിലുള്ള ഒരു വ്യത്യാസം മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. സഭ ഒരു എന്താണ് പറയുന്നത്, രാഷ്ട്രമല്ല. ചർച്ച് ഈസ് നോട്ട് എ നേഷൻ. സഭയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ സഭ തികച്ചും വ്യക്തിപരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സഭയിലെ ഓരോ അംഗവും വ്യക്തിപരമായിട്ട് സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നവരാണ്. എന്നാൽ ഇസ്രായേലിനെ ദൈവം കാണുന്നത് വ്യക്തിപരമായിട്ടാണോ? അല്ല, ആസ് എ നേഷൻ. ആസ് എ നേഷൻ, കളക്റ്റീവായി ആസ് എ നേഷൻ. എന്നാൽ സഭയെ ദൈവം കാണുന്നത് ഇസ്രായേലിനെ കാണുന്നത് പോലെ ഒരു സംഘമായിട്ടല്ല, ഒരു കൂട്ടമായിട്ടല്ല. ഓരോ സഭകളെയും, ഓരോ സ്ഥലത്തുള്ള സഭകളെയും, ഓരോ കാലഘട്ടത്തിലെ സഭകളെയും, സഭയിലുള്ള ഓരോ വ്യക്തിയെയും വ്യക്തിപരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് മഹാപീഡനം അഥവാ സഭയ്ക്ക് വരുത്തുകയാണെങ്കിൽ സഭയ്ക്ക് മൊത്തമായി
അത് സംഭവിച്ചിരിക്കണമായിരുന്നു. ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി, ഒരു ദേശമായി, ഒരു ജാതിയായി കാണുന്നത് കൊണ്ട് ഏത് കാലത്തും ജീവിച്ചിരിക്കുന്നവർ ഇസ്രായേൽ എന്ന ഗണത്തിൽപ്പെടും. എന്നാൽ സഭയെ അങ്ങനെയല്ല, വ്യക്തിപരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മഹാപീഡനം കൊണ്ട് സഭയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ശുദ്ധീകരണം എന്ന നിലയിൽ പോലും ഉണ്ടാവുന്നില്ല. ഇത്രയും മനസ്സിലായോ? സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് നാം വിശ്വസിക്കുന്നത് യേശു മഹാപീഡന കാലത്തിന് മുൻപ് വരുമെന്ന്. അപ്പോൾ 6 മുതൽ 18 വരെയുള്ള 19 അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലും ഉണ്ട് കേട്ടോ. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവ പരമ്പരകൾ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം ഇവിടെ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ്. അന്ന് ഭൂമിയിൽ ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? യഹൂദന്മാരും ജാതികളും. അതിന് നല്ല ഒരു ചിത്രം നമുക്ക് 7-ാം അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്നു. 7-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 8 വരെയാണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെ? അവിടങ്ങളിൽ ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് മുദ്രയിടപ്പെടുന്ന 1,44,000 പേരെ കാണാം. അല്ലേ? 8 വരെയുള്ള വാക്യങ്ങളാണല്ലോ. അതെ. യഹൂദന്മാരുടെ ഇടയിൽ നിന്ന്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സഭാകാലയളവിൽ യഹൂദന്മാരെന്നും യവനന്മാരെന്നുമുള്ള വേർതിരിവേ ഇല്ല. വിശുദ്ധന്മാർ അത് എവിടെ നിന്ന് രക്ഷിക്കപ്പെടുന്നവരായാലും. എന്നാൽ ഇവിടെ ആ ഒരു വേർതിരിവ് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് സഭാകാലമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. 9-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നത്, 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ഇതിന്റെ ശേഷം After this I looked, and behold, a great multitude that no one could number, from every nation, from all tribes and peoples and languages, standing before the throne and before the Lamb, clothed in white robes, with palm branches in their hands. Okay. After this means after the sealing of Jewish people. ഇതിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ മുദ്രണത്തിന് ശേഷം ഞാൻ എന്ത് കണ്ടു? എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഫ്രം എവ്രി നേഷൻ, എവ്രി ട്രൈബ്, ഇറ്റ് ഗോസ് ഓൺ സോ. ഭൂമിയിലുള്ള സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും. അപ്പോൾ കണ്ടോ, ആ വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ആരെ മാറ്റി നിർത്തിയിരിക്കുന്നു? യഹൂദൻ. സഭാകാലയളവിൽ അങ്ങനെ ഒരു വേർതിരിവ് യഹൂദനെന്നും ജാതീയനെന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വേർതിരിവിലൂടെ അക്കാലത്ത് സഭ ഭൂമിയിൽ ഇല്ല എന്ന് കാണാം. മാത്രമല്ല, സഭയെ
കർത്താവ് വിളിച്ചിരിക്കുന്നത് കോപത്തിനല്ല, തന്റെ ക്രോധത്തിനല്ല. യേശു ക്രൂശിൽ ദൈവത്തിന്റെ ക്രോധമദ്യം മുഴുവനും മട്ടോളം വലിച്ചു കുടിച്ചത് തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്ന ദൈവജനത്തെ അഥവാ ദൈവസഭയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം. യേശു ഇനി വരുന്നതും തന്റെ സഭയെ വരുവാനുള്ള ക്രോധത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്. യേശു വന്നതും അതിന് തന്നെ, ഇനി വരുന്നതും അതിന് തന്നെ. വന്നത് തന്റെ ജീവൻ മറുവിലയായി നൽകി നമുക്ക് ഉണ്ടാകുവാനുള്ള ദൈവക്രോധത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഇനിയും യേശു വരുന്നത് അന്തിമമായ ദൈവക്രോധ കലശം, അന്തിമമായ ദൈവക്രോധ കലശം ഒഴിക്കാനാണ്. എന്നാൽ അതിൽ നിന്ന് സഭയെ വിടുവിക്കുവാൻ മേഘങ്ങളിൽ യേശു വരുന്നു. മനസ്സിലായല്ലോ? സ്തോത്രം. യേശു ക്രൂശിൽ ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ വെന്തെരിഞ്ഞു. എന്തിനു വേണ്ടി? ദൈവക്രോധാഗ്നിയിൽ വെന്തെരിയേണ്ടിയിരുന്ന മനുഷ്യകുലത്തെ ആ ക്രോധത്തിൽ നിന്നും വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ. ഇനിയും യേശു മേഘങ്ങളിൽ വരുന്നു. എന്തിന്? സഭയെ ചേർത്ത്, അതായത് വരുവാനുള്ള കോപത്തിൽ നിന്നും തന്റെ ജനത്തെ വിടുവിപ്പാൻ. ഇനിയും വരുവാനുള്ള ദൈവക്രോധത്തിൽ നിന്നും തന്റെ ജനത്തെ വിടുവിപ്പാൻ. സ്തോത്രം. പദങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ? ഒന്നാമത് യേശു വന്നത്, ക്രൂശിൽ മരിച്ചത്, ദൈവക്രോധം മുഴുവനും നമുക്കെതിരെയുള്ളത് ചുമന്നുകൊണ്ട് യേശു പോയത് എന്തിനാണ്? നമ്മെ ദൈവത്തിന്റെ, നമ്മെന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ, മനുഷ്യജാതിയെ മുഴുവൻ ദൈവക്രോധത്തിൽ നിന്നും വിടുവിപ്പാൻ. എന്നാൽ ഇനിയുള്ള യേശു വരുന്നതോ? സ്തോത്രം. വരുവാനുള്ള ദൈവക്രോധത്തിൽ നിന്ന്, ബാക്കിയോടെ വേണം, ആ രണ്ട് വ്യത്യാസമുള്ള പദപ്രയോഗത്തിനാ ഞാൻ ആവർത്തിച്ചത് പറഞ്ഞത്. ഒന്നാമത് വന്നത് മനുഷ്യജാതിയെ മുഴുവനും ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ മേഘങ്ങളിൽ യേശു വരുന്നത് എല്ലാവരെയും രക്ഷിക്കാനല്ല, തന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കായിട്ടാണ്. സ്തോത്രം. ആ വ്യത്യാസം മനസ്സിലാക്കാനാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ? മനസ്സിലായിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. സ്തോത്രം. ഒന്നാമത് നമുക്കെല്ലാവർക്കും വേണ്ടി യേശു വന്നു. എന്നാൽ ഇനിയും മേഘങ്ങളിൽ വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ്. സ്തോത്രം. എബ്രായർ 9:28 വായിച്ചോളൂ. 9:28 ഹീബ്രൂസ്. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട്
തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും. അത് രണ്ടും നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഈ വാക്യത്തിനകത്തിലുണ്ട്. ശ്രദ്ധിച്ചോ? അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ. ഇംഗ്ലീഷും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചേരെ, ഇംഗ്ലീഷിലൂടെ. So Christ having been offered once to bear the sins of many, will appear a second time, not to deal with sin, but to save those who are eagerly waiting for him. Praise God. Christ came for the salvation of many, to die for many. Many there in the sense for all, as we read from 2 Corinthians 5:14. 2 കൊരിന്ത്യർ 5:14 നിന്ന് നമ്മൾ വായിച്ചിട്ടുള്ളതുപോലെ എല്ലാവരുടെയും പാപങ്ങളെ ചുമന്നൊഴിക്കുവാനായിരുന്നു യേശു വന്നത്. എന്നാൽ ഇനിയും മേഘങ്ങൾ വരുന്നതോ ആ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ പറയുന്നു, not to deal with sin. Christ came for the first time to deal with sin. But now he will be coming not to deal with sin, then But to bring to full salvation those who are eagerly, constantly, and patiently waiting for and expecting him. praise God, for the salvation of those who are eagerly waiting for him. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ കൂട്ടത്തിൽ ജാതികളൊന്നും ഇല്ലയോ? എന്തോ? ആ കൂട്ടത്തിൽ ജാതികൾ ആരും ഇല്ലയോ? സഭ മാത്രമേ ഉള്ളൂ. അല്ല, സഭ പോയി കഴിഞ്ഞു. പിന്നീട് ഇല്ല, ഈ മേഘപ്രത്യക്ഷതയെ കുറിച്ച് 28-ാം വാക്യം പറയുന്നത്. ഓക്കെ. യേശു ഭൂമിയിലേക്ക് ഒന്നാമത് വന്നത് സകല മനുഷ്യരുടെയും പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ. എന്നാൽ ഇനിയും മേഘങ്ങളിൽ വരുന്നത്, രണ്ടാമതും പ്രത്യക്ഷനാകുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ മാത്രം രക്ഷയ്ക്കാൻ. അന്നേരം പാപങ്ങളെ ചുമക്കാനൊന്നും അല്ലെന്നാണ് പറഞ്ഞത്. അതിൽ ജാതിയിൽ നിന്നുള്ളവരായാലും യഹൂദരിൽ നിന്നുള്ളവരായാലും സഭ എന്ന ഒറ്റ പേരേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ദൈവത്തിന്റെ ക്രോധം ഇവിടേക്ക് പകരപ്പെടാം. ഇപ്പൊ നമുക്കറിയാം, ഇസ്രായേലും മറ്റു പല രാജ്യങ്ങളുമായിട്ടും ഇപ്പൊ യുദ്ധം നടക്കും. ഉദാഹരണത്തിന് ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യ പറയുകയാണ്, ഇന്ത്യ ചാർട്ടേഡ് ഫ്ലൈറ്റ് വിട്ട് അവിടെയുള്ള ഇന്ത്യക്കാരെ മുഴുവനും ഒഴിപ്പിക്കുന്നു. അല്ലെങ്കിൽ അമേരിക്ക പലസ്തീനിൽ ബോംബിടുന്നെങ്കിൽ പലസ്തീനിലുള്ള എല്ലാ അമേരിക്കക്കാരെയും അവിടെ നിന്നും മാറ്റുന്നു. എന്നിട്ടേ അവർ നാശകരമായ എന്തെങ്കിലും പ്രവർത്തിക്കൂ. ഇതുപോലെ ദൈവം തന്റെ ക്രോധം കരുണ കൂടാതെ ഭൂമിയിൽ മേൽ വർഷിപ്പിക്കുന്നതിന് മുമ്പേ തനിക്കുള്ളവരെ ചേർത്തുകൊള്ളുന്നത് ദൈവത്തിന് സ്തോത്രം പ്രസാദകരമാണ്, നീതിയാണ്. പ്രൈസ് ഗാഡ്. ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രളയം പെയ്തിറങ്ങുന്നതിനും തൊട്ടു മുൻപേ തന്നെ അനുസരിച്ച നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിൽ കയറ്റി വാതിലടച്ചു. സ്തോത്രം. ഇതുപോലെ
ദൈവത്തിന്റെ ക്രോധം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജാതികളിലേക്കും യഹൂദന്മാരിലേക്കും പെയ്തിറങ്ങുന്നതിനു മുമ്പേ കർത്താവിനായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ തന്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്നതും സുരക്ഷിതരാക്കുന്നതും നീതിയാണ്. സ്തോത്രം. അപ്പോൾ ആ സംഭവങ്ങൾക്ക് ശേഷം, ഈ സഭയുടെ എടുക്കപ്പെടലിന് ശേഷം ഭൂമിയിൽ നടക്കാനിരിക്കുന്ന ന്യായവിധിയുടെ അവസ്ഥകളാണ് നാം കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 ന്യായവിധികളുണ്ട്. ഒന്ന്, 7 മുദ്രകളാൽ ഉള്ള ന്യായവിധി, സീൽ ജഡ്ജ്മെന്റ്സ് എന്നാണ് അവയെ വിളിക്കുന്നത്. സീൽ, മുദ്രകളാൽ ഉള്ള, അതായത് കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ പകരപ്പെടുന്ന ന്യായവിധി. രണ്ടാമത്, ട്രംപറ്റ് ജഡ്ജ്മെന്റ്സ്, കാഹളമൂതുന്ന സമയത്തുള്ള ന്യായവിധികളുണ്ട്. ട്രംപറ്റ് ജഡ്ജ്മെന്റ്സ്, കാഹളത്തിന്റെ ന്യായവിധി. Then comes bowl judgments, കലശങ്ങൾ കൊണ്ടുള്ള ന്യായവിധി. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ന്യായവിധികളാണ് ആ കാലഘട്ടത്തിൽ നടക്കുവാനിരിക്കുന്നത്. എന്നാൽ ആ ന്യായവിധികളിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്. ദൈവം നമ്മെ തന്റെ ക്രോധാഗ്നിയിൽ പെടാതെ വിടുവിച്ചു. നമ്മെ വിടുവിച്ചെങ്കിലും അതിന് ഒരുവൻ വില കൊടുത്തു. നമ്മുടെ കർത്താവ് ദൈവക്രോധാഗ്നിയിൽ വെന്തിരിഞ്ഞു. സ്തോത്രം. വെന്തിരിഞ്ഞു. അങ്ങനെ ദൈവക്രോധാഗ്നിയിൽ വെന്തിരിഞ്ഞാണ് യേശു നമുക്ക് വേണ്ടി ജീവന്റെ അപ്പമായി തീർന്നത്, ജീവൻ നൽകുന്ന അപ്പമായി മാറിയത്. ആ യേശുവിൽ വിശ്വസിക്കുന്ന, ആ യേശുവിനെ കർത്താവായി ജീവിതത്തിൽ അംഗീകരിക്കുന്ന യാതൊരുത്തനും വരുവാനുള്ള ദൈവക്രോധത്തിൽ നിന്ന് മോചിതരാകാം. അതിൽ നിന്ന് രക്ഷപ്പെട്ട മോചിതരായ വിശുദ്ധന്മാരെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ വകയുണ്ട്. സ്തോത്രം. അതിൽ നിന്ന് മോചിതരാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവായ യേശുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുക. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന്, യേശു എനിക്ക് വേണ്ടിയാണ് ക്രൂശിലെ കഷ്ടതകൾ സഹിച്ചതെന്ന് വ്യക്തിപരമായി വിശ്വസിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവമക്കളായി തീരുക. ദൈവത്തോടുകൂടെയുള്ള നിത്യത മുഴുവനും ദൈവത്തിന് പ്രസാദകരമായി വഹിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.